നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞിട്ടും ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. പല വാർഡുകളിലും വിമതർ മത്സരത്തിനൊതുങ്ങി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നൽകുന്നതിന് അധികാരപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളുടെ ശുപാർശ കത്ത് നവംബർ 24-ന് 3 മണിക്ക് മുമ്പായി നൽകണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇടുക്കിയിൽ DMK സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന ഉപ്പുതറയിൽ DMKയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ 12-ാം വാർഡ് പൊരിക്കണ്ണിയിൽ സ്ഥാപിച്ചിരുന്ന VK കുഞ്ഞുമോന്റെ ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. ദേശീയപാത 85-ൽ വാഹനാപകടം. അടിമാലി വാളറ 6-ാം മൈലിന് സമീപം ചരക്ക് ലോറി മറിഞ്ഞാണ് അപകടം. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല. വിശദമായ വാർത്തകളിലേക്ക്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞിട്ടും ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. പല വാർഡുകളിലും വിമതർ മത്സരത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. AA ഗ്രൂപ്പുകൾ സീറ്റുകൾ വീതം വെച്ചപ്പോൾ തങ്ങളെ അവഗണിച്ചെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ ആരോപണം. ഇടുക്കിയിൽ കോൺഗ്രസിന്റെ കുത്തകയാണ് കട്ടപ്പന നഗരസഭ. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ തമ്മിലടി മൂലം സ്ഥാനാർത്ഥി നിർണയം ഏറെ വൈകി. നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞപ്പോൾ പല വാർഡുകളിലും വിമതന്മാർ രംഗത്തുണ്ട്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ EM അഗസ്തിയും ജോയി വെട്ടിക്കുഴിയും മത്സര രംഗത്തുണ്ട്. AI ഗ്രൂപ്പുകൾ സീറ്റ് വീതം വെച്ചപ്പോൾ തങ്ങളെ അവഗണിച്ചതായാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ ആരോപണം. ഇതുവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം കൊടുക്കുകയോ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസിലെ ഭിന്നത മുന്നണി ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തി. കട്ടപ്പന ടൗൺ വാർഡിലും കോൺഗ്രസും കേരള കോൺഗ്രസ് Jയും മത്സര രംഗത്തുണ്ട്. പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. സിറ്റി വിഷൻ കട്ടപ്പന. സ്ഥാനാർത്ഥിക്ക് ചിഹ്നം നൽകുന്നതിന് അധികാരപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളുടെ ശുപാർശ കത്ത് നവംബർ 24-ന് 3 മണിക്ക് മുമ്പായി നൽകണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതിയായ നവംബർ 24-ന് ചിഹ്നം അനുവദിക്കുക. ഇടുക്കിയിൽ DMK സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന ഉപ്പുതറയിൽ DMKയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ 12-ാം വാർഡ് പൊരിക്കണ്ണിയെ സ്ഥാപിച്ചിരുന്ന VK കുഞ്ഞുമോന്റെ ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. സീറ്റ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് DCC അംഗത്വം രാജിവെച്ചാണ് കുഞ്ഞുമോൻ ഇവിടെ DMK സ്ഥാനാർത്ഥിയായത്. DMKയുടെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ മുന്നണികൾക്ക് ഏറെ അസാരസ്യം സൃഷ്ടിക്കുന്നുണ്ടെന്നും അതുമൂലമുള്ള പരാജയ ഭീതിയാണ് ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിന് പിന്നിലെന്നും യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി AP പ്രമോദ് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലാണ് DMK എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം മത്സര രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ പല വാർഡുകളിലും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാനാർത്ഥികളെ നിർണയവുമായും ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മൾ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് DCC മെമ്പറുമായ നമ്മുടെ 12-ാം വാർഡ് സ്ഥാനാർത്ഥി DMKയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് വിട്ട് നമ്മുടെ 12-ാം വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പം അവിടെ നമ്മൾ സ്ഥാപിച്ച ഫ്ലെക്സ് ചില സാമൂഹ്യ വിരുദ്ധരും നശിപ്പിക്കുകയായിട്ട് നമുക്ക് ഇന്നലെ രാത്രിയിൽ അറിയുവാനിടയായി. ഇതിൻ്റെ സാഹചര്യത്തിൽ DMK എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഇടുക്കി ജില്ലയിൽ വേരോട്ടം ഉണ്ടാകും എന്ന് കരുതി ഈ പ്രസ്ഥാനത്തെ തളർത്തുവാൻ വേണ്ടി ചില കാട്ടിക്കൂട്ടുന്ന ഈ പരിപാടി അതുമായിട്ട് ശക്തമായി DMK പ്രസ്ഥാനം മുമ്പോട്ട് പോകും. ഉപ്പുതറ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വിജയിക്കത്തക്ക രീതിയിൽ നമ്മുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഭയപ്പെടുന്ന ചില ആളുകൾ, നമ്മൾ ആരെയും പേരെടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, ഇത് നമ്മളെ ഭയക്കുന്നത് നമ്മുടെ ഭരണത്തെ, നമ്മുടെ തമിഴ്നാട് ഭരണത്തെ രീതിയിൽ കേരളത്തിൽ ആ ഭരണം ഉണ്ടാകും, നമ്മുടെ ഉപ്പുതറ പഞ്ചായത്തിൽ വികസനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തും, ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള
ഒരു പ്ലാനും പദ്ധതിയും എന്ന രീതിയിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഇത് ഒരിക്കലും DMK എന്ന് പറയുന്ന പ്രസ്ഥാനം വെച്ച് പൊറുപ്പിക്കുകയില്ല. തീർച്ചയായിട്ടും ഇതിനുള്ള കർശനമായ നടപടിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. DMK പ്രസ്ഥാനം ഉപ്പുതറ പഞ്ചായത്തിൽ വേരോട്ടം നടത്തുകയും ചെയ്യും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഉപ്പുതറ പഞ്ചായത്തിൽ DMKയുടെ സാന്നിധ്യം രാഷ്ട്രീയ മുന്നണികളെ ഏറെ അസ്വാരസ്യപ്പെടുത്തിയ ഭാഗമാണ്. ഇന്നലെ രാത്രി DMKയുടെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിക്കപ്പെട്ട സംഭവം. ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലാണ് DMK മത്സരിക്കുന്നത്. തമിഴ് സ്വാധീന മേഖല ഏറെയുള്ള ഉപ്പുതറയിൽ DMKയുടെ സ്ഥാനാർത്ഥിത്വം ഇരു മുന്നണികൾക്കും തലവേദനയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉപ്പുതറ പഞ്ചായത്തിൽ നിന്ന് പരമാവധി വോട്ടുകൾ ശേഖരിച്ചിട്ട് നിയമസഭാ ഇലക്ഷനിലേക്ക് കടക്കാനാണ് DMKയുടെ ശ്രമം. വാർഡുകളിലെ വികസനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിലെ ഫണ്ടുകൾക്കുപരി തമിഴ്നാട്ടിൽ നിന്ന് ഫണ്ടുകൾ എത്തിച്ച് വികസനം നടപ്പാക്കുമെന്നാണ് DMKയുടെ വാഗ്ദാനം. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ പഠനപ്പെടങ്ങൾ ഏറെ ചർച്ചയാവുന്നുണ്ട്. കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് ഏറെ ജയസാധ്യതയുള്ള ഉപ്പുതറ ഡിവിഷനിൽ മാറി പവനാവിലേക്ക് കൊടുത്തത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരുമുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കളം നിറയുകയാണ്. CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജേക്കബ് വളവോ ഡിവിഷനിലാണ് ജനവിധി നേടുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ യുവജന വിഭാഗം നേതാവായിരുന്ന സിജുവിന്റെ സ്ഥാനാർത്ഥിത്വവും ഏറെ പ്രതീക്ഷയോടെയാണ് വീക്ഷിച്ചു വരുന്നത്. ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയായ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് ഭരണ തുടർച്ച നിലനിർത്താനായി ശക്തമായ പോരാട്ടത്തിലാണ് ഇത്തവണ ഇടതുപക്ഷം. അതേസമയം ഭരണം തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ UDFും മേൽക്കൈയുണ്ടാക്കാൻ ലക്ഷ്യമിട്ട NDAയും ചിലയിടങ്ങളിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന പഞ്ചായത്താണ് ഉടുമ്പൻചോല. 1996 മുതൽ ഇടതുപക്ഷമാണ് ഇവിടെ ഭരണത്തിലുള്ളത്. പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന വാർഡുകളും ഉടുമ്പൻചോലയിലുണ്ട്. അതിലൊന്നാണ് 3ാം വാർഡായ ചെമ്മണ്ണാർ. ഇവിടെയും ഇത്തവണ കോട്ട നിലനിർത്തുവാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം കളത്തിലിറക്കിയിരിക്കുന്നത്. CPIM നേതാവായ ജിമ്മി ജോർജാണ് ഇവിടെ മത്സര രംഗത്തുള്ളത്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയുള്ളൂ എന്ന LDFന്റെ പ്രഖ്യാപിത നിലപാട് അത് യാഥാർത്ഥ്യമാക്കിയ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചുറ്റിക്കരുവാൾ നക്ഷത്രമാണ്. കഴിഞ്ഞ തവണ 14 വാർഡുള്ള ഉടുമ്പൻചോലയിൽ 12 CPIM വിജയിച്ചിരുന്നു. ഘടകകക്ഷികൾക്ക് നൽകിയ 2 സീറ്റുകൾ മാത്രമാണ് നഷ്ടമായത്. ഇത്തവണ കഴിഞ്ഞ തവണ നഷ്ടമായ 2 വാർഡുകൾ കൂടി പിടിച്ച് പഞ്ചായത്തിൽ സമ്പൂർണ്ണ വിജയം നേടുന്നതിനുള്ള പടയോട്ടത്തിലാണ് ഇടതുപക്ഷം. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. കടുത്ത പോരാട്ടത്തിന് കളമൊരുക്കി പ്രചാരണ രംഗത്ത് സജീവമായി UDFും. രാജാക്കാട്ടിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും ഒന്നിച്ചെത്തി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഇത്തവണ രാജാക്കാട് പഞ്ചായത്ത് തിരിച്ചുപിടിക്കുമെന്നും ഒപ്പം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയമുറപ്പിക്കുമെന്ന് UDF നേതാക്കളും വ്യക്തമാക്കി. LDF പ്രചാരണ രംഗത്ത് ആദ്യം തന്നെ സജീവമായിരുന്നെങ്കിലും വൈകിയെത്തിയ UDFും പിന്നോട്ടില്ലാത്ത തരത്തിൽ ഇപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. രാജാക്കാട്ടിൽ ഇത്തവണ എന്തു വില കൊടുത്തും ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF കരുനീക്കങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥികൾ ഒന്നിച്ചു റോഡ് ഷോ എന്ന തരത്തിൽ ടൗണിലെത്തി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഇത്തവണ പഞ്ചായത്ത് ഭരണം തങ്ങൾ തിരിച്ചുപിടിക്കുമെന്നും ജനങ്ങൾ ഇടതുപക്ഷത്തിനെതിരാണെന്നും UDF നേതാക്കളും വ്യക്തമാക്കി. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം ഈ പഞ്ചായത്തിൽ വരണം എന്നുള്ള ചിന്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല, സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അത്തരം ചിന്താഗതിയിലാണ് കടന്നുപോകുന്നത്. അതോടൊപ്പം തന്നെ 9 വർഷമായി തുടരുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ദുർഭരണം നമുക്കറിയാം. സമീപകാലത്തുണ്ടായിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ സംബന്ധിച്ച് ഈ ഗവൺമെന്റിനെതിരായ ഒരു വിധിയെഴുത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ബാബുരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥി സിജു മങ്കുഴി എന്നിവരും UDF നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ രാജാക്കാട് ഡിവിഷൻ തിരിച്ചുപിടിക്കാൻ ഇത്തവണ യുവ നേതാവിനെ കളത്തിലിറക്കിയിരിക്കുകയാണ് LDF.
കേരള കോൺഗ്രസ് പ്രതിനിധിയായ വിപിൻ സി അഗസ്റ്റിനാണ് ഇവിടെ മത്സര രംഗത്തുള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെ ഒന്നാം ഘട്ട പ്രചാരണവും ഇടത് സ്ഥാനാർത്ഥി പൂർത്തിയാക്കി. അപ്പം തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ വോട്ടർമാരെയൊക്കെ കണ്ട് നേരിട്ട് സംസാരിച്ച് വോട്ടഭ്യർത്ഥിച്ച് പോവുകയാണ്. നമ്മുടെ ഒപ്പം ഉള്ളത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ രാജാക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി വിപിൻ സി അഗസ്റ്റിൻ അല്ലേ? വിപിൻ സി അഗസ്റ്റിൻ. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? ആദ്യമാണ്, കന്യാംഗമാണ്. അതെ, തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ രംഗത്തേക്ക് വരുന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ആദ്യമായിട്ടാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ചേട്ടാ, എനിക്കൊരു ചായ തന്നേരെ, കട്ടൻ. അപ്പോൾ ഈ എങ്ങനെയുണ്ട് ഫീൽഡിലിറങ്ങിയിട്ട്? രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 10 വാർഡുകളാണ് നമ്മുടെ 1-ാം ബ്ലോക്ക് ഡിവിഷൻ രാജാക്കാടിൽ വരുന്നത്. ഏകദേശം 9600 വോട്ടർമാരെയാണ് നമ്മുടെ ഈ മേഖലയിലുള്ളത്. അത്രയും വോട്ടർമാരെ കാണുക എന്നുള്ള ഒരു ആദ്യഘട്ട പ്രചരണത്തിൽ എല്ലാ മേഖലയിലും ഒരു ഘട്ടം ഓടിയെത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും മുഴുവൻ വോട്ടർമാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നുള്ളതാണ് ഒരു കന്നി മത്സരരംഗത്തേക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഒരുക്കി തരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ 14 വാർഡിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ എന്നോടൊപ്പം ഒരുപോലെ പ്രവർത്തിക്കുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. പരമാവധി വോട്ടർമാരെ കണ്ട് നമ്മൾ വോട്ടഭ്യർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ LDFനെ സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർത്തിയാക്കി അവർ വളരെ വേഗത്തിൽ തന്നെ പ്രചാരണ രംഗത്തേക്ക് എത്തുകയും ചെയ്തു. ഒരു 1-ാം ഘട്ടമൊക്കെ കഴിഞ്ഞു അല്ലേ? അതെ, 1-ാം ഘട്ടം കഴിഞ്ഞു. എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥിമാർ 1-ാം ഘട്ടം പൂർത്തിയാക്കി. അതുപോലെ LDF ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ശങ്കർകുമാർ ജി എന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി രാജാക്കാട് ടൗൺ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതുപോലെ കൺവെൻഷനുകളിലും പങ്കെടുത്തു തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എനിക്കും എല്ലാ കൺവെൻഷനുകളിലും ഇപ്പോൾ പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലാണ്, വലിയ ആവേശത്തോടു കൂടി മുമ്പോട്ട് പോകുന്നു. എങ്ങനെയാണ്, എത്രത്തോളമാണ് വിജയപ്രതീക്ഷകൾ? 100% വിജയപ്രതീക്ഷയാണ് ഉള്ളത്. കാരണം നമ്മൾ വ്യക്തിബന്ധങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നു, സംഘടനാ സംവിധാനത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഉപയോഗിക്കുന്നു. അതുപോലെ നല്ലൊരു റെസ്പോൺസാണ് ആളുകളെ കണ്ടെത്തുമ്പോഴുള്ളത്. നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറമുള്ള കുറേ സ്നേഹബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത്തരത്തിലാണ് ഇടതുപക്ഷം ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ യുവാക്കൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒക്കെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വിപിൻ സി അഗസ്റ്റിൻ. എന്തായിരുന്നാലും എല്ലാവിധ വിജയ സാധ്യതകളും ഉണ്ടാകട്ടെ, വിജയ പ്രതീക്ഷ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടി പോകാം. ക്യാമറാമാൻ അരുൺ രാജുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാത 85 വാഹനാപകടം. അടിമാലി വാളറ 6-ാം മൈലിന് സമീപം ചരക്ക് ലോറി മറിഞ്ഞ അപകടം. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല. ഇന്ന് പുലർച്ചെയാണ് ദേശീയപാത 85 വാഹനാപകടമുണ്ടായത്. അടിമാലി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ചരക്ക് ലോറിയാണ് റോഡിൽ തന്നെ മറിഞ്ഞത്. ഫ്ലൈവുഡ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും കാര്യമായി പരിക്കുകളില്ല. സിറ്റി വിഷൻ, അടിമാലി. ഇനി നോക്കാം ശരണമന്ത്രം. അയ്യപ്പ സന്നിധിയിൽ കാക്കിയിട്ട കലാകാരന്മാരുടെ ഗാനാർച്ചന. ശബരിമലയിലെ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിഭാഗം പോലീസ് സേനാംഗങ്ങളാണ് വലിയ നടപ്പന്തലിലെ ശ്രീശാസ്ത ഓഡിറ്റോറിയത്തിൽ കരോക്കെ ഭക്തിഗാനമേള അവതരിപ്പിച്ചത്. യേശുദാസ് പാടി അവിസ്മരണീയമാക്കിയ കാനനവാസ കലിയുഗ വരദ, സ്വാമി സംഗീതം ആലപിക്കും തുടങ്ങിയ ഗാനങ്ങൾ ഒരിക്കൽ കൂടി സന്നിധാനത്ത് മുഴങ്ങിയപ്പോൾ ശരണം വിളികളാൽ മുഖരിതമായ ശബരിമല കൂടുതൽ ഭക്തിസാന്ദ്രമായി. മലകയറിയെത്തിയ അയ്യപ്പന്മാർ ആ ഗാനങ്ങൾക്ക് കാതോർത്തു. ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ രചിച്ച കുടജാത്രിയിൽ കുടികൊള്ളും എന്ന് തുടങ്ങുന്ന ഗാനവും വേദിയിൽ ആലപിച്ചു. പോലീസ് സേനാംഗങ്ങളായ ആർ രാജൻ, എം രാജീവ്, ശ്രീലാൽ എസ് നായർ, എ ജി അഭിലാഷ്, ശിശിർ ഘോഷ് എന്നിവരാണ് ഗാനാർച്ചന നടത്തിയത്. സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ എം എൽ സുനിലും സംഗീത ആസ്വാദകനായി എത്തിയിരുന്നു. സിറ്റി വിഷൻ, സന്നിധാനം. അയ്യനെ കാണാൻ മല കയറിയെത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് സന്നിധാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ആശുപത്രി. പനി, ചുമം, തുമ്മൽ പോലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് മുതൽ പഞ്ചകർമ്മ ചികിത്സ വരെ ഇവിടെയുണ്ട്. മല കയറി എത്തുമ്പോഴുണ്ടാകുന്ന ദേഹവേദന, കാൽകഴപ്പ്, ഉളുക്ക് പോലുള്ളവയ്ക്ക് പഞ്ചകർമ്മ തെറാപ്പിയിലൂടെ വേഗം ആശ്വാസം ലഭിക്കുമെന്ന ആശുപത്രിയുടെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ വിനോദ് കുമാർ പറയുന്നു. ഇതോടൊപ്പം ആവി പിടിക്കുന്നതിനും മുറിവ് വെച്ച് കെട്ടുന്നതിനുമുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ നടപ്പന്തലിന്റെ തുടക്കത്തിലായി ആരോഗ്യവകുപ്പിന്റെ ആശുപത്രിക്ക് എതിർവശത്തായാണ് ആയുർവേദ ആശുപത്രിയും സ്ഥിതി ചെയ്യുന്നത്. വേണ്ട ചികിത്സകളും മരുന്നുകളും ആദ്യം നോക്കി മരുന്ന് കൊടുക്കുകയും അത് മാത്രമല്ല അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സ, എല്ലാ ചികിത്സയും ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ബാൻഡേജ്, അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഭ്യംഗം എന്ന് പറയുക, എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എണ്ണ ഇട്ടിട്ട് ഒന്ന് ചൂട് പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ നോർമൽസിയിൽ എത്തിച്ചിട്ട് അവരെ താഴോട്ട് ഇറക്കി വിടാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്.
കഴിഞ്ഞിപ്പം ഞാനിവിടെ വന്നിട്ട് ഇതിപ്പോൾ 6-ആമത്തെ ദിവസമാണ്. കഴിഞ്ഞ് 5 ദിവസമായിട്ട് നിയർലി 1000 ഒരു ആവറേജ് 1000 OP ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഇത്രയും ആൾക്കാരെ നമ്മൾ 2 OP കൗണ്ടറുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വകുപ്പിൽ നിന്നുള്ള 5 നാഷണൽ ആയുഷ് മിഷനിൽ നിന്നുള്ള 2 ഡോക്ടർമാരും ഇവിടെ സേവനത്തിലുണ്ട്. ഇതോടൊപ്പം 3 ഫാർമസിസ്റ്റ്, 4 തെറാപ്പിസ്റ്റ് എന്നിവരും മറ്റു ജീവനക്കാരുമുണ്ട്. രജിസ്ട്രേഷൻ കൗണ്ടർ, OP കൗണ്ടറുകൾ, ഫാർമസി, തെറാപ്പി റൂം, മരുന്ന് സൂക്ഷിക്കുന്നതിനും ആവി പിടിക്കുന്നതിനുമുള്ള മുറികൾ, ജീവനക്കാർക്കായുള്ള മുറികൾ തുടങ്ങിയവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും 1000-ലധികം പേരാണ് ഇവിടെ എത്തുന്നത്. തീർത്ഥാടകരോടൊപ്പം സന്നിധാനത്ത് ഡ്യൂട്ടിക്കെത്തുന്ന ഉദ്യോഗസ്ഥരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആയുർവേദ ആശുപത്രിയെ തന്നെ. സിറ്റി വിഷൻ, സന്നിധാനം. രാജാക്കാട് ക്രിസ്തുരാജ് ഫെറോന പള്ളിയിൽ ക്രിസ്തുരാജിന്റെ രാജ്യത്വ തിരുനാളിന് കൊടിയേറി. രാജ്യത്വ തിരുനാളിന് കൊടിയേറുന്നതോടെ ഹൈറേഞ്ചിലെ തിരുനാളുകൾക്കും തുടക്കം കുറിക്കും. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം പുറയാറ്റ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിലെ രാജ്യത്വ തിരുനാളിന് കൊടിയേറിയതോടെ ഹൈറേഞ്ചിലെ തിരുനാളുകൾക്ക് കൂടിയാണ് തുടക്കമായത്. രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ഇടുക്കി രൂപത വികാരി ജനറൽ മോൺ അബ്രഹാം പുറയാറ്റ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വികാരി ജനറൽ മോൺ ജോസ് നരിതൂക്കിൽ, വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട് എന്നിവർ നേതൃത്വം നൽകി. കൊടിയേറ്റിന് ശേഷം ലതീഞ്ഞ, തിരുസ്വരൂപ പ്രതിഷ്ഠ, ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടത്തി. 23-ാം തീയതി സമാപനത്തോടനുബന്ധിച്ച് രാവിലെ 9-ന് മുല്ലക്കാനം, കള്ളിമാലി, മമ്മട്ടിക്കാനം, വാക്കാസിറ്റി, NR സിറ്റി എന്നീ സോണുകളിൽ നിന്നും അയൽ ഇടവകകളിലെ വിശ്വാസികളുമായി ചേർന്ന് വിശ്വാസ പ്രഘോഷണ റാലികൾ പള്ളിയിലേക്ക് പുറപ്പെടും. 10:30-ന് ലതീഞ്ഞ. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ഫൊന്തിപ്പിക്കൽ കുർബാനയും നടക്കും. തുടർന്ന് ടൗൺ ചുറ്റി വിശ്വാസ പ്രഘോഷണ മഹാറാലി, തിരുശേഷിപ്പ് വണക്കം, നേർച്ച എന്നിവയും രാത്രി 7-ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ ഗാനമേള എന്നിവയും സംഘടിപ്പിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ, വെള്ളി ഗ്രാമിന് 172 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞിട്ടും ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. പല വാർഡുകളിലും വിമതർ മത്സരത്തിനൊതുങ്ങി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നൽകുന്നതിന് അധികാരപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളുടെ ശുപാർശ കത്ത് നവംബർ 24-ന് 3 മണിക്ക് മുമ്പായി നൽകണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇടുക്കിയിൽ DMK സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന ഉപ്പുതറയിൽ DMKയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ 12-ാം വാർഡ് പൊരിക്കണ്ണിയിൽ സ്ഥാപിച്ചിരുന്ന VK കുഞ്ഞുമോന്റെ ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. ദേശീയപാത 85-ൽ വാഹനാപകടം. അടിമാലിവാളറ 6-ാം മൈലിന് സമീപം ചരക്ക് ലോറി മറിഞ്ഞാണ് അപകടം. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.